ഞാനാണെങ്കിൽ ഭയങ്കര ഒറ്റ മൈൻഡിൻ്റെ ആളാണ് കേട്ടോ. എന്നോട് എൻ്റെ ഫ്രണ്ട്സോ കസിൻസോ ആരെങ്കിലും ഇന്ന സ്ഥലത്ത് വരുന്നോന്ന് ചോദിച്ചാൽ ഞാൻ അപ്പോൾ ഒരു നാണവും ഇല്ലാതെ പോകാൻ വേണ്ടി നിൽക്കും. ഇതും അതുപോലൊരു യാത്രയാണ്. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ട്രിപ്പാണെന്ന് വേണമെങ്കിൽ പറയാം. ട്രിപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല, കൂടെ പഠിച്ചൊരു ഫ്രണ്ടിൻ്റെ വീട് വരെ പോകാൻ ഞങ്ങൾ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ അവളുടെ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീടെത്തി. കുറേ നാളുകൾക്ക് ശേഷം, അതായത് 2-3 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ കാണുന്നത്. വേറൊന്നുമല്ല, ഞങ്ങൾ വന്നത് ദാണ്ട് ഈ കിടക്കുന്ന ആളെ കാണാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തിരക്കിൽ അവരാണെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോയി ഗിഫ്റ്റൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കുവാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ പുറത്ത് പോയി കുറച്ച് ഗെയിമൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. ഓരോന്ന് സംസാരിച്ചിരുന്ന് സമയം പോയതറിഞ്ഞില്ല. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. പിന്നെ അവിടെ പോയപ്പോൾ നല്ല അടിപൊളി 2 ഫ്രണ്ട്സിനെ ഞങ്ങൾക്ക് കിട്ടി കേട്ടോ. അതിൽ ഒരാളുടെ ബർത്ത്ഡേ ആയിരുന്നു. കേക്കൊക്കെ കട്ട് ചെയ്തു. അവനോട് ഞാനൊന്ന് പോസ് ചെയ്യാൻ പറഞ്ഞതാണ് അവൻ ആർട്ടിഫിഷ്യലായിട്ട് ഇറക്കിയത്. അതിന്റെ ചിരിയാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. കേക്ക് കുറച്ച് കഴിച്ചപ്പോഴേ ഞങ്ങൾ സൈഡായി. കാരണം ഞങ്ങളൊന്നും മധുരത്തിന്റെ ആൾക്കാരല്ല, മത്ത് പിടിച്ച പോലായി. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചതിൻ്റെയൊക്കെ ക്ഷീണം മാറ്റാൻ വേണ്ടി കുറച്ച് നേരം ഇരുന്നിട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഞാനാണെങ്കിൽ വേറെ സ്ഥലത്തും അവളുമാർ രണ്ടും വേറെ സ്ഥലത്താണ്. എന്നെ കൊണ്ടുവിടാൻ വേണ്ടി ഇവരാണ് വരുന്നത്. അവരെ രണ്ടുപേരും റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരു അടിപൊളി ദിവസമായിരുന്നു. പെട്ടെന്ന് സമയം പോയി. പിന്നെ തിരിച്ചു പോകുന്ന നേരത്ത് റോഡിൽ നല്ല ബ്ലോക്ക് ആയിരുന്നു. എന്തായാലും വീടെത്താൻ നല്ല ലേറ്റായി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ.